ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. മലയാള സിനിമയിൽ ഒരു സ്ഥാന കൈമാറ്റം നടക്കുകയാണ്. 2025 കഴിയുന്നതോടുകൂടി ആ സ്ഥാന കൈമാറ്റം നടക്കും. അതെന്താണ് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. 2025 ഒട്ടനവധി മലയാള സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. അതിൽ കുറച്ച് സിനിമകൾ നമ്മൾ സ്വീകരിച്ചു. ചില സിനിമകൾ അപ്രതീക്ഷിതമായി വൻ ഹിറ്റാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. മറ്റു ചില ചിത്രങ്ങൾ പരാജയപ്പെടുന്നതായും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ മലയാള സിനിമയിൽ സൂപ്പർ താര ചിത്രങ്ങളും പുതുമുഖ നായകന്മാരുടെ ചിത്രങ്ങളൊക്കെ ഇറങ്ങിയ ഒരു വർഷമാണ് 2025. അതിൽ മുൻകാല ജനപ്രിയ നായകനായ ദിലീപിൻ്റെ സിനിമകളും ഇറങ്ങിയിരുന്നു. എന്നാൽ പ്രേക്ഷകർ അതൊന്നും സ്വീകരിച്ചില്ല. സൂപ്പർ താരങ്ങളായി മോഹൻലാലും മമ്മൂട്ടിയും നിൽക്കുമ്പോൾ പണ്ട് ദിലീപായിരുന്നു ജനപ്രിയ നായകൻ എന്ന അവകാശം കൈവച്ചത്. എന്നാൽ ആ സ്ഥാനം ഇപ്പോൾ നമ്മുടെ ബേസിൽ ജോസഫ് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ്. ആദ്യം സംവിധായകനായി വന്ന് മലയാള സിനിമയെ ഞെട്ടിച്ച യുവതാരമായിരുന്നു ബേസിൽ ജോസഫ്. പിന്നീട് അഭിനയത്തിലേക്ക് ഇറങ്ങി. 2025 ആദ്യം ഇറങ്ങിയത് ഗുരുവായൂരമ്പല നടയിലാണ്. അതിനുശേഷം നുണക്കുഴി, വാഴ, വർഷങ്ങൾക്കു ശേഷം ARM, ഇപ്പോൾ അവസാനമായി സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കുകയാണ് ബേസിൽ ജോസഫ്. അദ്ദേഹത്തിൻ്റെ എളിമയായ അഭിനയവും സംവിധാന മികവും തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതും. ദിലീപിന് ശേഷം മറ്റൊരു ജനപ്രിയ നായകൻ ആര് എന്നതായിരുന്നു ചോദ്യം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ്, മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ ഞാൻ തന്നെയാണെന്ന്. അതെ, മലയാള സിനിമാ പ്രേക്ഷകരും അദ്ദേഹത്തെ ജനപ്രിയ നായകനായി അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകളാണ്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളും മിനിമം ഗ്യാരണ്ടി ഉള്ളതാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.